അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ടവർ 2 പേരും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളല്ലെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രനുണ്ട്. ലക്ഷ്മി, കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഫ്ലോറിഡയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെയാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. 2 പേരാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 6ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെയാണ് യൂണിവേഴ്സിറ്റിയിൽ അധികൃതർക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായത്. മരിച്ചവർ വിദ്യാർത്ഥികളല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർ നിലവിൽ ചികിത്സയിലാണ്. 20 വയസ്സുകാരനായ ഫീനിക്സ് സിഗ്നറാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ലിയോൺ കൗണ്ടി ഷെരീഫിന്റെ മകനാണ് അക്രമി എന്നാണ് അറിയുന്നത്. അമ്മയുടെ സർവീസ് പിസ്റ്റൾ ഉപയോഗിച്ചാണ് ഇയാൾ ഇത്തരത്തിലൊരു വെടിവെപ്പ് നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരോടും ഒക്കെ സുരക്ഷാ സ്ഥാനങ്ങളിൽ അഭയം തേടാൻ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇന്നലെയും ഷെഡ്യൂൾ ചെയ്ത ക്ലാസുകളൊക്കെ ഇപ്പോൾ അവിടെ റദ്ദാക്കിയിട്ടുണ്ട്. അപകടത്തിൽ ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അക്രമത്തിൽ അപലപിച്ചിട്ടുണ്ട്. വളരെ ഭയാനകമായ സംഭവം എന്നാണ് ഇതിനിപ്പോൾ വിശേഷിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്താണ്, ഈ വെടിവെപ്പിന് പിന്നിലുള്ള ഒരു കാരണം എന്താണെന്നുള്ളതൊന്നും ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംഗീതം. ശരി ലക്ഷ്മി, ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലാണ് വെടിവെപ്പ് നടന്നിരിക്കുന്നത്. 2 മരണമുണ്ടായിട്ടുണ്ട്. ലക്ഷ്മി ബാലചന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.